ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറിയതാണ് സൽമാനുൽ ഫാരിസും മേഘ മഹേഷും. സ്ക്രീനിലെ മികച്ച കെമിസ്ട്രി ജീവിതത്തിലേക്ക് പകർത്തുകയായിരുന്നു ഇരുവരും. ഇവരുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയാസിലൂടെ വൈറലായി മാറാറുമുണ്ട്. വിവാഹശേഷമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പ്രണയം തുടങ്ങിയതും വിവാഹത്തിലേക്ക് എത്തിയതും പിന്നീടുള്ള വിശേഷങ്ങളുമെല്ലാം വ്ളോഗിലൂടെ കാണിക്കാറുണ്ട് താരങ്ങൾ. വ്യത്യസ്ത മതവിഭാഗത്തിലുള്ളവരാണ് ഇരുവരും. വിവാഹത്തിന് ശേഷം മേഘ മുസ്ലിം മതത്തിലേക്ക് മാറുമോ എന്നായിരുന്നു ഇടക്കാലത്തെ ചോദ്യങ്ങൾ. ഞങ്ങൾ അമ്പലത്തിലും പോവാറുണ്ട്, പള്ളിയിലും പോകും. മേഘ തനിക്കൊപ്പമായി നോമ്പെടുത്തതിൻ്റെ വിശേഷങ്ങളും സൽമാനുൽ ഫാരിസ് കാണിച്ചിരുന്നു. ഇപ്പോഴിതാ കാത്തിരിപ്പിനൊടുവിലായി മേഘയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഇരുവരും. വിവാഹ സമയത്ത് മാതാപിതാക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് അച്ഛൻ മേഘയെയും സൽമാനെയും കാണാൻ എത്തിയിരുന്നു. നിഴലായി കൂടെയുണ്ടായിരുന്ന അമ്മയെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്ന് മേഘ പറഞ്ഞിട്ടുണ്ട്. അമ്മ എപ്പോഴെങ്കിലും തന്നെ മനസ്സിലാക്കുമെന്നാണ് കരുതുന്നതെന്നുള്ള പ്രതീക്ഷയും മേഘ പങ്കുവച്ചിരുന്നു. കാത്തിരുന്ന ആ ഒരു നിമിഷം വന്നെത്തിയിരിക്കുകയാണ്. ഫോണിലൊക്കെ സംസാരിച്ച് തുടങ്ങിയിരുന്നു. വീട്ടിലേക്ക് പോകാനൊരു സാഹചര്യം കിട്ടിയിരുന്നില്ല. അച്ഛൻ മൈസൂരിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛനും കൂടെ വീട്ടിലുള്ള സമയത്ത് പോകാമെന്നാണ് കരുതുന്നത്. അച്ഛൻ തിരുവനന്തപുരത്തേക്ക് വരുന്നതിനായി ഇനിയും കാത്തിരിക്കാൻ വയ്യ. ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ചായിരുന്നു ഇരുവരും മേഘയുടെ വീട്ടിലേക്ക് പോയത്. ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിൽ ഈ ഒരു കാര്യം കൂടി മനസ്സ് നിറഞ്ഞു എന്നും ഇരുവരും പറയുന്നുണ്ടായിരുന്നു. സന്തോഷത്തോടെയായി വീട്ടിലെ ഓരോ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുകയായിരുന്നു മേഘ. അമ്മയ്ക്ക് സ്പെഷ്യലായ ഒരു സമ്മാനവുമായിട്ടാണ് സൽമാൻ എത്തിയത്. മനോഹരമായിട്ടുള്ളൊരു ഫോട്ടോയായിരുന്നു അത്. അമ്മയുടെ പ്രിയപ്പെട്ട ശിവൻ മരുമോന് വേണ്ടി വിഭവസമൃദ്ധമായ കിടിലനായിരുന്നു എന്നാണ് സൽമാൻ്റെ കമൻറ്റ്. എൻ്റെ ലാപ്ടോപ്പൊക്കെ ഇപ്പോൾ അനിയനാണ് ഉപയോഗിക്കുന്നത്. സ്പൈഡർമാനൊക്കെയാണ് വാൾപേപ്പർ. ഇതൊന്നും കണ്ടിട്ട് എൻ്റെ ലാപ്ടോപ്പ് പോലെ തോന്നുന്നില്ലെന്നായിരുന്നു മേഘയുടെ പരിഭവം. എടാ കുഞ്ഞളിയ, നീ ആൾ കൊള്ളാമല്ലോ എന്നായിരുന്നു സൽമാൻ പറഞ്ഞത്. വീട്ടിലെ കാര്യങ്ങളും പൊങ്കാലയുടെ മുന്നോടിയുമായി സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതുമെല്ലാം ഇരുവരും കാണിച്ചിരുന്നു. ഇതാദ്യമായിട്ടാണ് ഈ സമയത്ത് പാച്ചുക്ക ഇവിടേക്ക് വരുന്നത്. ഇതാണ് ഞങ്ങളുടെ കേരള സ്റ്റോറി. അമ്പലവും പള്ളിയും അടങ്ങുന്നത് മേഘയും അമ്മയും ആഗ്രഹിച്ചതുപോലെ തന്നെ പൊങ്കാല അർപ്പിക്കാൻ കഴിഞ്ഞു. പൊങ്കാലയിട്ട് ഞാൻ വന്നു. സമയമാകുമ്പോൾ പാച്ചുക നിസ്കരിക്കുന്നു. അതിനിത്ര ബിൽഡപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ എല്ലാ മതത്തെയും ഒരുപോലെ കാണുന്നവരാണെന്നും മേഘ വിശദീകരിച്ചിരുന്നു. ഇതാണ് ശരിക്കും കേരള സ്റ്റോറി. രണ്ട് വിശ്വാസവുമായി ഇങ്ങനെ തന്നെ പോകണം. ഈ അമ്മ ഇത്ര പാവമായിരുന്നു. വളരെ സന്തോഷമായി കണ്ടപ്പോൾ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. രണ്ട് കുടുംബങ്ങളും ഒരുപോലെ ബഹുമാനം കൊടുത്തു പോകുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെയാണ്. എന്നും ഈ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. മേഘയുടെ അമ്മയും ഇത്രയും സന്തോഷത്തോടെ കാണുന്നത് ആദ്യമായിട്ടാണ്. ചേച്ചിയെ കണ്ടപ്പോൾ അനിയനും സന്തോഷമായല്ല തുടങ്ങി നിരവധി കമൻറ്റുകളായിരുന്നു വീഡിയോയുടെ താഴെ വന്നത്. ഈ പെരുന്നാൾ ദിനത്തിൽ മേഘയും സൽമാനും മേഘയുടെ കുടുംബവും എല്ലാവരും തന്നെ സൽമാൻ്റെ വീട്ടിലായിരിക്കും പെരുന്നാൾ ആഘോഷിക്കുന്നത്. ആ ഒരു സന്തോഷമാണ് ഇത്തവണത്തെ പെരുന്നാളിന് തങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നാണ് മേഘയും സൽമാനും പറയുന്നത്. ഇരു ഫാമിലിയും ഒന്നിച്ച് അനുഗ്രഹിച്ചപ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് സന്തോഷം നിറഞ്ഞു എന്ന വാർത്ത തന്നെയാണ് സൽമാനുൽ ഫാരിസ് പങ്കുവച്ചത്.